രോഗമെന്നെ പിടിച്ചും ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിട വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിട യേശു എന്നടിസ്ഥാനം ആശ്രയമനിലത്രേ യേശു എന്നടിസ്ഥാനം ആശ്രയമനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ 6:13. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിക്കുന്ന പോലെ വിശ്വസ സന്തതിയായി ഒരു കുറ്റി ശേഷിക്കും. ആ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ജനത്തിൻ്റെ പാപം കഠിനമായപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ അവരിന്മേൽ വന്നപ്പോൾ നല്ലൊരു കൂട്ടം ജനം നശിക്കപ്പെടുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രോമിസ് തൻ്റെ ജനത്തോടുള്ളത് എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. അവിടെ ഒരു സന്തതി, വിശുദ്ധ സന്തതി ശേഷിക്കും എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും ഈ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്രിസ്ത്യ സഭയ്ക്കും ക്രിസ്ത്യ ജനത്തിനും പീഡകൾ വർദ്ധിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവം നമ്മെ വിടുവിപ്പാൻ, ദൈവം നമ്മെ സഹായിപ്പാൻ മതിയായവനാണ്. നാം വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, ദൈവം തമ്പുരാനെയാണ്, അല്ലാതെ മറ്റ് ജാതീയ സാഹചര്യങ്ങളെ അല്ല. 2, നാം ആരാധിക്കുന്ന യേശു കർത്താവിനെയാണ്, അല്ലാതെ പിശാചിനെ അല്ല. അപ്പോൾ ആ യേശു കർത്താവ് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സദാ നമ്മോടൊപ്പം ഉണ്ട്. നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. കർത്താവ് നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ സർവശക്തനാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ ഒരു ചരിത്രം കാണുവാൻ സാധിക്കും. ഏലിയാവ് പറയുന്നു, അഹാബിൻ്റെ വാളിൽ തെറ്റിയൊഴിഞ്ഞ് ഞാനൊരു മാത്രം ശേഷിച്ചിരിക്കുന്നു. എന്നാൽ ദൈവാത്മാവ് തന്നോട് പറയുന്നു, നീ മാത്രമല്ല 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും നമുക്കൊരു കാര്യം സത്യമാണ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവം തൻ്റെ വിശുദ്ധ ഗണത്തെ ഒരു ശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ട്. മത്തായി 10:28 നമ്മൾ വായിക്കുന്നു, ദേഹിയെ കൊല്ലാതെ ദേഹത്തെ കൊല്ലുന്ന മനുഷ്യനെ നാം ഭയപ്പെടേണ്ട. എന്നാൽ ദേഹത്തെയും ദേഹിയെ ഒരുപോലെ കൊന്ന് നരകത്തിൽ തള്ളുവാൻ കഴിയുന്ന ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ നമുക്ക് മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനുഷ്യന് നമ്മളൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അവന് നമ്മുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയും, പക്ഷെ നമ്മുടെ ദേഹിയെ നശിപ്പിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ദേഹത്തെയും ദേഹിയെ ഒരുപോലെ നശിപ്പിക്കുന്ന ദൈവത്തെ ഭയപ്പെട്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നെങ്കിൽ നമ്മെ ഒരു ശേഷിപ്പായി ദൈവസന്നിധി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും. അവിടെ ആ ഭാഗം തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നത്, ഇശായിയുടെ കുടുംബത്തിൽ ദാവീദ് ഗോത്രത്തിൽ യേശു കർത്താവിനെ ഒരു ശേഷിപ്പായിട്ട്, ഒരു വിശുദ്ധ പ്രജയായിട്ട് ദൈവം ഉയർത്തി തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായി, ലോകത്തിൻ്റെ സമാധാനത്തിനായി, മാനവരാശിയുടെ പാപത്തിൻ്റെ വിടുതലിനായി യേശു ക്രിസ്തുവിനെ ഇശായിയുടെ കുടുംബത്തിൽ, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുളയായി ദൈവം അവനെ ഉയർത്തിയെന്ന് നമ്മൾക്കവിടെ കാണുവാൻ സാധിക്കും. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്നാളെ കർത്താവ് തൻ്റെ ജനത്തെ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടെടുക്കും. നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ സമയമായി. നാം വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, ദൈവഭയത്തിൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവ്
വരാറായി, അവൻ നമ്മെ ചേർക്കാറായി, നമ്മുടെ ഈ ലോകത്തിലെ ദുരിതങ്ങൾ തീരാറായി. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ എന്ന് വാക്കാല് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാക്കാലം കർത്താവ് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ച് അന്ത്യത്തോളം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽപ്പാനുള്ള കൃപ നിന്റെ ജനത്തിന് കൊടുത്താട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.